ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അത്യാവശ്യം ദീനിയായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലോക്കുകളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പ്രശ്നമില്ല സാറേ, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വെച്ചാൽ നിങ്ങളെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ജനിക്കുക, ജോലി എടുക്കുക, ഭാര്യനെ കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാക്കുക, വീട് വെക്കുക, കുട്ടികളെ കെട്ടിക്കുക, അവർക്കൊരു ജോലിയാക്കുക, ഈ ഒരു ഉദ്ദേശത്തിനാണോ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച് വീണത്, അതോ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണോ എന്ന് ചോദിച്ചു. അപ്പം ആ ശരിയാണ്, ഇബാദത്ത് ചെയ്യാനാണ്. അപ്പോൾ എനിക്കൊരു കൊല്ലം കുറച്ച് കൂട്ടി കിട്ടിയാൽ നല്ലത് തന്നെയാണ്. ഈ വാക്ക് പറയുന്ന ആളുകൾ നമ്മളെ നാട്ടിൽ നിറച്ചുണ്ട്. ആ ധൈര്യമൊന്നും സത്യം പറഞ്ഞാൽ അസുഖം വന്നാൽ എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഈ മരണം ഫേസ് ചെയ്തിട്ടുള്ള, ഞങ്ങളെ കണ്ണിൻ്റെ മുമ്പിൽ മരണവെപ്രാളത്തിൽ പെടുന്ന രോഗികളെ നമ്മൾക്ക് കാണാറുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി നോക്കാറുണ്ട്. ആ നോക്കുന്ന സമയത്ത് അവരുടെ മുഖഭാവവും അവരുടെ ഇടപെടലുകളും ഒന്നും ഈ ധൈര്യം കാണാറില്ല. ഇത് ഒ പിയിൽ നടന്നു വന്ന് പറയുന്നൊരു വാക്കാണ്. പക്ഷേ ഇതൊരു തെറ്റായ വാക്കാണ്. മഹത്തായ ആരോഗ്യവും ആയുസ്സും എന്ന് പറഞ്ഞ അനുഗ്രഹത്തിനെ ചെറുതാക്കി കാണുന്ന ഒരു നന്ദി കെട്ട വാക്കാണ്. ഒരിക്കലും പറയരുത്. അത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്കൊരു ആരോഗ്യം കിട്ടി, അള്ളാഹു തന്നല്ലോ, നമ്മളെങ്ങനെ അതിനെ കൊണ്ടു നടക്കണം, എങ്ങനെ അതിനെ പരിപോഷിച്ച് കൊണ്ടു നടക്കണം. നമ്മളൊരു 10 ലക്ഷം റുപ്യയുടെ ഒരു കാറ് വാങ്ങി വിചാരിക്കാം. കാറുള്ള ആൾക്കാർ നിറച്ച് കാറ്, എനിക്ക് പാർക്കിംഗ് പോലും കിട്ടിയില്ല, വണ്ടികൾ ഫുള്ളാണ്, ഞാൻ റോട്ടിലാണ് പാർക്ക് ചെയ്തത്. 10 ലക്ഷം രൂപൻ്റെ കാറ് വാങ്ങിയാൽ വർഷത്തിൽ 10,000 രൂപയ്ക്ക് അതിനെ സർവീസ് ചെയ്യണം. വേണ്ടേ? 10,000 റുപ്യക്ക് മിനിമം സർവീസ് ചെയ്യണം. നമ്മളുടെ ശരീരത്തിലുള്ള ഹാർട്ടിനെ കുറിച്ച് കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ചൊരു പഠനം പറഞ്ഞത്, നമ്മളുടെ ഹാർട്ട് പോലത്തെ ഒരു ഹാർട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, പറ്റൂല പക്ഷെ ആണെങ്കിൽ, ഒരു 500 കോടി രൂപയോളം ചിലവ്. അങ്ങനത്തെ ഒരു ഹാർട്ടിന് കൊല്ലത്തിൽ എത്ര സർവീസ് ചാർജ് നമ്മൾ കൊടുക്കണം? കൊടുത്താൽ എത്തൂല. ഇനി നമുക്ക് 55 വയസ്സാണെങ്കിൽ ഹാർട്ടിൻ്റെ വയസ്സ് 56ആണ്. കാരണം നമ്മൾ വയസ്സ് കണക്കാക്കുന്നത് നമ്മൾ പ്രസവിച്ച ദിവസം മുതൽ. ഹാർട്ടിൻ്റെത് നമ്മൾ കണക്കാക്കുന്ന ഹാർട്ട് അടിച്ചു തുടങ്ങുമ്പോഴാണ്. നമ്മൾ ജനിക്കുന്ന പ്രോസസ്സിൽ നിന്ന് 2 മാസത്തിൻ്റെ ഉള്ളിൽ മിടിപ്പ് തുടങ്ങും, ഹാർട്ടിൻ്റെ മിടിപ്പ് തുടങ്ങും. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക, ഞാനത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ടോയ്ലറ്റിലാണ്, ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ടി വി കാണുന്നു, എൻ്റർടൈൻമെൻറ്റ് കാണുന്നു, ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഏതെങ്കിലും ഒരു മെഷീനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? കേടാവാതെ, നിൽക്കാതെ, മെയിൻ്റനൻസ് ഇല്ലാതെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു മെഷീനെ കുറിച്ച് നിങ്ങൾക്കറിയാം? ഇതൊരു പമ്പാണല്ലോ. നമ്മൾ വീട്ടിലത്തെ മോട്ടറൊന്ന് ഓഫാക്കാൻ മറന്നു നോക്കിയാൽ 2 ദിവസം കൊണ്ട് അത് കത്തിപ്പോവും അല്ലേ? പറഞ്ഞു വന്നത് ഇത്രയും പ്രധാനപ്പെട്ട, അത് ഒരു ഹാർട്ടിനെ പറ്റി മാത്രം ഞാൻ പറഞ്ഞു. അതുപോലെ കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്, തലച്ചോറുകളുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്. ഈ പറഞ്ഞ ഓരോ സാധനത്തിനും നമ്മൾ എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യും? അതിനുവേണ്ടി നമ്മൾ പൈസ ചിലവാക്കുകയാണെങ്കിൽ എത്ര ചിലവാക്കണം? ഒരുപാട് ചിലവാക്കണം. പക്ഷെ അത്രയൊന്നും ആവശ്യം വരുന്നില്ല. കാരണം എന്താ? നമ്മൾ ഉണ്ടാക്കിയതല്ല ഈ സാധനം. അതുകൊണ്ട് തന്നെ അതിനത്ര മെയിൻ്റനൻസ് വേണ്ട. കാറ് നമ്മൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതിന് 1% പൈസ എല്ലാ കൊല്ലവും ചിലവാക്കണം. നമ്മുടെ ശരീരം അല്ലാഹു തആല ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതിനത്രയധികം മെയിൻ്റനൻസ് ആവശ്യം വരുന്നില്ല. വരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പണി തീർന്നുണ്ടാവും. ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല.